സോ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് നിഷാന. നിഷാന ഹായ്. നിഷാന എന്തൊരു വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ബിഗ് ബോസ്? ആഫ്റ്റർ ബിഗ് ബോസ് കുഴപ്പമില്ല, എനിക്ക് ആസ് യൂഷ്വൽ ആയിരുന്നു. കാരണം ഒരു 13 ദിവസമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് എങ്ങനെ ഹൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയായിരുന്നു. ഒരു പാവം കണ്ടസ്റ്റന്റ് എന്നുള്ള ഒരു വ്യാധി, ഒരു പേര് ഓൾറെഡി ഉണ്ട് നിഷാൻ. നിഷാൻ എന്താ നേരത്തെ ഗെയിംസ് എല്ലാം പഠിച്ചിട്ടാണോ പോയതോ? അല്ല, ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സീരിയലോ സിനിമയോ ഇതേപോലെ റിയാലിറ്റി ഷോസ് ഒന്നും കാണാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് എന്റെ മോൻ പറഞ്ഞു, മമ്മ ഇതൊന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് നോക്കി. എങ്ങനെയോ കിട്ടിയപ്പോൾ ഓക്കെ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ ക്ലിപ്സ് എടുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെയുള്ള അടിയും വഴക്കും ടാസ്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചത് ടാസ്കിന്റെ ഇടയിൽ ഉണ്ടാവുന്ന നോർമൽ അടിയും വഴക്കൊക്കെ ആയിരുന്നു. പക്ഷെ ബിഗ് ബോസിലേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്. പിന്നെ കുറെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഷുവറായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കോൺട്രവേഴ്സിക്ക് എനിക്ക് താല്പര്യമില്ല. ആ ഒരു ടൈപ്പല്ല ഞാനതുകൊണ്ട് എന്റേതായ രീതിയിൽ പോകുന്നു. അല്ല, നിഷാനയുടെ രീതി തന്നെയാണ് പോയത്. പക്ഷേ ഇവിടെ ബിഗ് ബോസിൽ വേണ്ടത് ഇച്ചിരി കൂടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, മേ ബി ഇച്ചിരി കൂടെ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന ആളുകളായിരിക്കാം. സോ ഇത് ഇനിയും മേ ബി ഒരു ചാൻസ്, മേ ബി ബിഗ് ബോസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോലത്തെ ഒരു പ്രോഗ്രാമിൽ പോവോ? ഇല്ല, ഉറപ്പായിട്ടുമില്ല. കാരണം എന്റെ ഒരു ക്യാരക്ടർ, നമുക്ക് പലർക്കും പല രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും ഒരു മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന ഒരു ഷോയാണ്. അവരുടെ ഫീലിങ്സിനെയും ഇമോഷനെയും ഒന്നും മനസ്സിലാക്കാത്ത ഒരു ഷോ ആണ്. മനസ്സിലാക്കാതെ അവരെ എത്രത്തോളം നമുക്ക് ഇതാക്കാൻ പറ്റാന്നുള്ളതിന്റെ ഷോ ആയിരുന്നു. അപ്പൊ അതെനിക്ക് ബേസിക്കലി എത്ര ഗെയിമാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്റെ ക്യാരക്ടറെ കൊണ്ട് അതെനിക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ പോവില്ല. അങ്ങനെയാണ്. ബിഗ് ബോസിൽ ജിൻഡോ കപ്പെടുത്തു. എന്താണ് ജിൻഡോ കപ്പെടുത്തി? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 13 ദിവസം നിന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെയായിരുന്നു. എല്ലാവരും എനിക്ക് ഒരുപോലെ സ്നേഹം തന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ട് ഞാൻ വിചാരിച്ചത് അതിൽ ജാസ്മിൻ, അർജുൻ അല്ലെങ്കിൽ ജിൻഡോ, ഒരു 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരികയെന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് ഒരു ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ റീ എൻട്രി ആയപ്പോഴാണ് എനിക്ക് പലരുടെ സ്വഭാവം പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, ജിൻഡപ്പനാണ് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് ഞാൻ പിന്നീട് ജിൻഡപ്പനാണ് സപ്പോർട്ട് ചെയ്തത്. എന്തോ ഗോഡ് ഗ്രേസ് ജിൻഡപ്പൻ. ജാസ്മിൻ കപ്പടിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സെക്കൻഡ് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. സെക്കൻഡ് വേണം വരാമായിരുന്നു അല്ലെ? ജാസ്മിൻ ഇച്ചിരി ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട്. അതെ, അതൊരു കാരണം കൊണ്ട് മാത്രം. ബിക്കോസ് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് സർവൈവ് ചെയ്ത് വന്ന ഒരാളായത് കൊണ്ട് ജാസ്മിന്. സോ അടുത്ത അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ ഉറപ്പായിട്ടും നിഷാനെ കിട്ടട്ടെ. കാരണം മനസ്സ് ശുദ്ധമാണ്. എനിക്ക് ആക്ച്വലി ഒരുപാട് സങ്കടമുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരുപാട് ക്രൂസ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ അടിപൊളിയായിരുന്നു, ഇവിടെ ഉള്ളത് എല്ലാത്തിലും വെച്ച് ജെന്യൂൻ ആയിരുന്നു, നിങ്ങളുടെ ഒരുപാട് കാട്ടായം കണ്ട് ഞങ്ങളിങ്ങനെ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ വർത്താനം പറയുമ്പോൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ വിന്നറായിരുന്നു. ഞാൻ സത്യത്തിൽ എടുത്തിട്ടിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയ കണ്ടന്റ്സ് അവിടെ പോയതുകൊണ്ട് നമ്മുടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഉള്ളവർ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, പക്ഷെ നിങ്ങളത് നാട്ടുകാരെ കാണിച്ചതല്ല. അപ്പൊ അവർ പറഞ്ഞത് അത് ഞങ്ങളുടെ കയ്യിലല്ല ചേച്ചി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് കേട്ടപ്പോൾ ഒരു തരത്തിൽ ഹാപ്പിയാണ്. നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ എന്നോർത്തൊരു സങ്കടമുണ്ട്. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നാളെ നമ്മളെല്ലാം എപ്പം മരിക്കും അറിയാത്ത ആൾക്കാരാണ്. സോ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുക. ജസ്റ്റ് ഇതേപോലെ നെഗറ്റിവിറ്റീസിലൊന്നും പോകാതിരിക്കുക. ഫുൾ ടൈം പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. സോ ഇതാണ് നിഷാന. വളരെ പ്യൂർ ആയിട്ടുള്ള പ്യൂർ സോൾ ആണ്. താങ്ക് യു നിഷാന. താങ്ക് യു. ബൈ.